എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് ഓൺ വോയിസ് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ലൈഫിലൊരു പ്രത്യേക ദിവസമാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം, ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച് കിട്ടിയൊരു ദിവസമാണെന്ന്. ജൂലൈ 31 ഞാൻ ഇന്ത്യയിൽ നിന്ന് UAE വന്നിട്ട് ഇന്നിക്ക് 1 വർഷം തികയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റിന് ആദ്യമായിട്ട് ഞാൻ കയറുമ്പോൾ ഒരുപാട് ടെൻഷനും സങ്കടവും അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് UAE കയറിയത്. അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ്, എന്താണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ ഒരുപാട് മനസ്സിലാക്കി, UAE എന്താണെന്ന് മനസ്സിലാക്കി, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഇപ്പം അത് ഓർക്കുമ്പോൾ സങ്കടമൊന്നുമില്ല. അന്നേരം ഭയങ്കര സങ്കടമായിരുന്നു, കാരണം നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം അങ്ങനെയൊന്നും ഇല്ലടോ. ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു സങ്കടവും ഇല്ല, വലിയ പിന്നെ മനുഷ്യരാണ്, മാറും മറക്കും അല്ലേ? അപ്പം നമ്മളും ആ ഒരു മൈൻഡിൽ തന്നെ നിൽക്കുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ലൈഫിൽ, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. അതിൻ്റെ വാല്യൂ ഏറെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും അത് മനസ്സിലാക്കിയത് ഇവിടെ വന്ന് UAE വന്ന് അങ്ങനെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം അത് തന്നെയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട്. ആരോടും പറയാതെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഉള്ളിൽ കൊണ്ട് നടക്കില്ലേ, വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമ്മൾക്കും കാണിച്ചു കൊടുക്കാൻ പറ്റും, ആസ് എ വുമൺ എനിക്കും ചെയ്യാം എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്. 1 കൊല്ലം താണ്ടേന്ന് പറഞ്ഞ പോലെ പോയത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. 1 കൊല്ലമായോ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർത്തത്. 1 കൊല്ലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടോ. പ്രത്യേകിച്ച് ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ഓവറായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചു. ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആവണമെന്ന് പഠിച്ചു. പിന്നെ മണി മാനേജ്മെന്റ് പഠിച്ചു. ഈ ഒരു മൊമെന്റിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഒത്തിരി പേര് ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി അവരുടെ സ്വപ്നങ്ങളെയൊക്കെ പിടിച്ചു നിർത്തിയിട്ടാണ് അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എടോ കല്ലി വിടറോ, നമുക്ക് പറ്റും, നമുക്ക് പറ്റാത്തൊന്നുമില്ല, നമ്മൾ വിചാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പലവരും നമ്മളെ തടയാൻ ശ്രമിക്കും, കളിയാക്കും, നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് താഴത്തേക്ക് ഇടും. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാ, സത്യമായിട്ടും ഒരു നാൾ നിങ്ങളും സക്സസ് ആവും. നിങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ മാക്സിമം ശ്രമിക്കുക, ഡിപ്പെൻഡൻ്റ് ആവാതിരിക്കുക, നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എടുക്കാൻ ശ്രമിക്കുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് വേണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിലില്ലേ, നിങ്ങൾ എവിടെ പോയാലും ജീവിക്കും. വെയിലത്ത് കുരുത്തത് വേറെ എങ്ങും പാടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ്. അപ്പം സ്റ്റേ ഹാപ്പി, ഓൾവേസ് കീപ് സ്മൈൽ. ലവ് യു ഓൾ. ബൈ.